ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 സെപ്റ്റംബർ 8 മുതൽ 14 വരെ, അതായത് മലയാള മാസം 1200 ആണ്ട് ചിങ്ങം 23 മുതൽ 29 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് രവിയും ബുധനും ശത്രുസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വരവും ചെലവും ഒന്നുപോലെ വർദ്ധിക്കും. പൂർവജന്മത്തിലെ കടങ്ങൾ നിവൃത്തിയാക്കാൻ ഇടവരും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ പിഴവുകൾ വരാതെ ശ്രദ്ധിക്കുക. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. വസ്ത്രാഭരണ സിദ്ധിയുണ്ടാകും. മൃഷ്ടാന്ന ലാഭം പ്രതീക്ഷിക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് ബുധനും സൂര്യനും പുത്രസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കും. സന്തോഷപ്രദമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ഭാര്യാപുത്രാദികൾക്കായി ധനം വ്യയം ചെയ്യേണ്ടി വരും. ധനലാഭം, ബന്ധുസമാഗമം, യാത്രാഗുണം എന്നിവ ഉണ്ടാകും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. മനസുഖം കുറയും. സന്താനങ്ങളെ ചൊല്ലി വിഷമിക്കാനിടയുണ്ട്. കർമ്മരംഗത്ത് തിരക്ക് വർദ്ധിക്കും. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ കുജനും സഹോദരസ്ഥാനത്ത് ബുധനും സൂര്യനും സുഖസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. അർത്ഥലാഭം ഉണ്ടാകാനിടയുണ്ട്. തറവാട്ടിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സഹായം ലഭിക്കാനിടയുണ്ട്. പൂർവിക സ്വത്ത് അനുഭവത്തിൽ വന്നു ചേർന്നേക്കാം. വാഹന ശയനസുഖവും സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധിയും ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. നല്ല കാര്യങ്ങൾക്കായി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ചൊവ്വയും ധനസ്ഥാനത്ത് രവിയും ബുധനും സഹോദരസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മമേഖലയിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാം. വിദ്യാഭ്യാസപരമായും ധനപരമായും അഭിവൃദ്ധി ഉണ്ടാകാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഐശ്വര്യം, വസ്ത്രാഭരണ ലാഭം എന്നിവ ഉണ്ടാകും. രോഗശമനവും ശയനസുഖവും ഉണ്ടാകും. പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവിചാരിതമായി ഉണ്ടായേക്കാവുന്ന കാലതാമസത്തെ കണക്കിലെടുക്കണം. ദാമ്പത്യ കലഹത്തിന് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ബുധനും ധനസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. വ്യക്തിപ്രഭാവം പ്രദർശിപ്പിക്കാൻ സാധിക്കും. അലച്ചിൽ വേണ്ടിവരും. ശരീരസുഖം കുറയും. കാര്യങ്ങളിലെ മന്ദത കണ്ടകശനി കാരണമാണെന്ന് മനസ്സിലാക്കി സംയമനത്തോടെ പ്രവർത്തിക്കുക. കർമ്മരംഗത്ത് എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തുക. സ്വന്തം സ്ഥാനത്തിന് നിരക്കാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. ഭൂമി കൈവശം വന്നു ചേരാൻ അനുകൂലമായ കാലമാണ്. വസ്ത്രലാഭം, രോഗശമനം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് രവിയും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്.
ഭാഗ്യവർദ്ധനവ്, വിദ്യാപുരോഗതി, ധനാഗമം എന്നിവ കാണുന്നു. വിശേഷ വസ്ത്രലാഭം, മൃഷ്ടാന്നലാഭം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. രോഗങ്ങൾ കുറയും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ഭാര്യ മുഖേന ഐശ്വര്യം സിദ്ധിക്കും. കർമ്മതടസ്സത്തിന് സാധ്യത കാണുന്നു. അവിചാരിതമായ ചെലവുകൾ, അലച്ചിൽ എന്നിവ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം, വസ്ത്രാഭരണ സിദ്ധി എന്നിവയുണ്ടാകും. ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ദൈവാധീനം കുറയും. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടതയ്ക്ക് സാധ്യതയുണ്ട്. ഉപാസനാദികളിൽ അലംഭാവം ഉണ്ടാകും. സർക്കാരിൽ നിന്നോ ശില്പം, ഗണിതം, കച്ചവടം എന്നിവയിൽ നിന്നോ ധനാഗമത്തിന് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഭോജനം, ബന്ധുസമാഗമം, മനസ്സന്തോഷം എന്നിവയുണ്ടാകും. കലഹപ്രവണത ഒഴിവാക്കണം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ധനവരവ് വർദ്ധിക്കും. വ്രണാദി രോഗങ്ങളും പലവിധ തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അധികാരികളുടെ പ്രീതി, കർമ്മ നൈപുണ്യത്തിൽ പുരോഗതി എന്നിവ ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കീഴുദ്യോഗസ്ഥരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യപ്രാപ്തി വർദ്ധിക്കും. കഫജന്യമായ രോഗങ്ങൾക്ക് സാധ്യത. ദമ്പതികൾ തമ്മിൽ കലഹത്തിന് സാധ്യത കാണുന്നു. കർമ്മസംബന്ധമായ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും സ്വന്തം സാമർഥ്യത്താൽ അവയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. കലഹ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ദേവീപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ സൂര്യനും ബുധനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാപുരോഗതിക്കും ധനാഗമത്തിനും വളരെയധികം പ്രയത്നിക്കേണ്ടതായി വരും. സർക്കാർ ആനുകൂല്യങ്ങൾ, കുടുംബസുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കാര്യവിജയം, ആഭരണ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. അധികാരികളിൽ നിന്ന് ഭയം, സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതാവിന് സൗഖ്യമുണ്ടാകും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കഠിനാധ്വാനത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ വിജയത്തിലെത്തുകയുള്ളൂ. സുഖജീവിതത്തിന് ആവശ്യമായതെല്ലാം ലഭ്യമാകുമെങ്കിലും അനുഭവഗുണം കുറവായിരിക്കും. ബുദ്ധിപരമായ ക്ലേശം ഉണ്ടാകാനിടയുള്ള കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരും. ദാമ്പത്യബന്ധം മെച്ചപ്പെടും. ഗൃഹോപകരണങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവയ്ക്കായി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ബുധനും സൂര്യനും കളത്രസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദുഷ്ചെലവുകൾ, അപവാദം എന്നിവ നേരിടേണ്ടതായി വരും. പ്രതീക്ഷിച്ച സഹായം ലഭിക്കാനിടയില്ല. കുടുംബസുഖം കുറയും. കാര്യവിജയവും സൗഭാഗ്യവും സിദ്ധിക്കും. രോഗം ശമിക്കും. ആഗ്രഹസാഫല്യം ഉണ്ടാവും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക.